अनमोल वचन अखिल भारतीय संत मत सत्संग के संस्थापक और गृहस्थ में आनंद योग के जनक परम संत महात्मा परम पूज्य श्री यशपाल जी महाराज अर्थात परम पूज्य भाई साहब जी द्वारा प्रतिपादित इन अनमोल वचनों का पालन करना अति आवश्यक है। ये वचन हमारी गृहस्थ आध्यात्मिक साधना के लिए मूलभूत सिद्धांत हैं, जो इस प्रकार हैं। हम दुनिया की हर चीज की कीमत आंकते हैं, अपने मानव जीवन की कीमत भी जाने व परमात्मा की प्राप्ति हेतु साधना करें। मनुष्य योनि एक उपहार है, इसीलिए परमात्मा को धन्यवाद देते हुए आधा घंटा प्रातःकाल, आधा घंटा सायंकाल पूजा अवश्य करें। सत्संग, सतनाम व सद्गुरु को प्राथमिकता देते हुए इसी के आधार पर ध्यान योगाभ्यास अवश्य करें व गृहस्थ के कार्यों को परमात्मा का कार्य समझकर उसी की याद में संपन्न करें। हर समय ये ध्यान रहे कि गुरु कृपा द्वारा परमात्मा की पवित्र सत्ता का हमारी आत्मा में वास है, अतः मन में निरंतर अपने इष्ट देव का जाप करें। मान सम्मान की इच्छा न करें व अपमान से दुखी न हो। परमात्मा के अतिरिक्त किसी और का भय न करें। दूसरों की बुराई न करें, न सुने, सत्य व मधुर बोलें, अश्लील शब्द मुंह से ना निकालें, सभी से नम्रतापूर्ण व सुंदर व्यवहार करें। धर्म पत्नी के अतिरिक्त अपने से बड़ी से माता जैसा, बराबर की से बहन जैसा व छोटी से पुत्री जैसा व्यवहार करें। सांसारिक जीवन यापन की आवश्यकताएं अंतहीन है, इसलिए अधिक से अधिक समय सत्संग में व धन परोपकार में खर्च करें। याद रखें, न स्त्री माया है, न धन दौलत, न ही परिवार। माया वह है जो हृदय को परमात्मा से दूर हटा दे। अतः निरंतर सत्संग और सद्गुरु की शरण में रहने का प्रयास करें। भोजन अपने इष्ट को अर्पण कर प्रसाद रूप में परमात्मा की याद में करें। रात्रि में सोने से पहले अच्छे बुरे कार्यों का आत्मनिरीक्षण कर उसका समुचित पश्चाताप करते हुए ध्यान करें व प्रभु की गहरी याद में ही विश्राम करें। परमात्मा तू ही है, तेरी इच्छा पूर्ण हो। जय सद्गुरुदेव जय पद शरणम श्रेयस्वरूप चरणों शरण। ഈ പരിഭാഷ പരം സത്യമായ പരിഭാഷയാണ്. നമ്മുടെ പൂർവികന്മാർ, സന്ത് മഹാജനങ്ങൾ, മഹാത്മാക്കൾ ആര് ഈ യോഗത്തെ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് സാധിച്ചുവോ അവർ ഇതിനെ പിന്നെയും സരളമാക്കി. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. യോഗത്തിന്റെ ശരിയായ അർത്ഥം എന്താണ്? അവർ പറഞ്ഞത് യോഗ എന്തെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പേ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് കൂടുതൽ നന്നായിരിക്കാം. നാം ഈ പുറമേ കാണുന്നത് മാത്രമല്ല, വാസ്തവത്തിൽ നമുക്ക് 3 ശരീരമുണ്ട്. സ്ഥൂല ശരീരം, ഫിസിക്കൽ ബോഡി, പുറമേ കാണുന്നത്. ഇതിൽ 10 ഇന്ദ്രിയങ്ങളുണ്ട്. മൂക്ക് വാസനിക്കുന്ന കർമ്മം ചെയ്യുന്നു, കണ്ണ് കാണുന്ന കർമ്മം ചെയ്യുന്നു, കണ്ട് ആനന്ദിക്കുന്നു, നാവ് സ്വാദിന്റെ ആനന്ദം നുകരുന്നു,
എങ്കിൽ ചെവി കേൾക്കുന്നതിൻ്റെ ആനന്ദം എടുക്കുന്നു. ഈ ഇന്ദ്രിയങ്ങളെല്ലാം വിഷയങ്ങളുടെ ആനന്ദമാണ് എടുക്കുന്നത്. വിഷയാനന്ദം നമുക്ക് ഉണ്ടാകുന്നത് ഈ ഇന്ദ്രിയങ്ങളിൽ നിന്നാണ്. ഒരു കടലാസ് എടുത്ത് എഴുതുക സ്ഥൂല ശരീരം, ഇതിൻ്റെ താഴെ എഴുതുക വിഷയാനന്ദം. നമ്മുടെ രണ്ടാമത്തെ ശരീരത്തെ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നു. ഇത് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നിവ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. ഈ ശരീരം കൊണ്ടാണ് നാം ചിന്തിക്കുന്നതും വിചാരിക്കുന്നതും. എല്ലാം എത്രയെല്ലാം വാസനകൾ ഉണ്ടോ അതിൻ്റെ എല്ലാം ആനന്ദം ഈ ശരീരം കൊണ്ടാണ് അനുഭവിക്കുന്നത്. രണ്ടാമത് എഴുതുക സൂക്ഷ്മ ശരീരം. ഇതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്? വാസനയുടെ ആനന്ദം. കവിയാണ്, കവിത എഴുതുന്നതിൽ ലുപ്തനാണ്. തൻ്റെ പരിതസ്ഥിതി തന്നെ മറക്കുന്നു. കല്യാണവരവ് വരുന്നു, അയാൾ അറിയുന്നേയില്ല. ഒരു ഗണിതശാസ്ത്രജ്ഞൻ, മാത്തമെറ്റീഷ്യൻ തൻ്റെ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അയാൾ തന്നെത്താനെ മറന്നു പോകുന്നു. ഒരു സയന്റിസ്റ്റാണ്, തൻ്റെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സംസാരത്തെ തന്നെ മറക്കുന്നു. അയാളുടെ റിസർച്ച് അവസാനിപ്പിക്കുമ്പോൾ അയാൾക്ക് ഈ ആനന്ദം നമുക്ക് കിട്ടുന്നത് സൂക്ഷ്മ ശരീരത്തിലാണ് നിന്നാണ്. സൂക്ഷ്മ ശരീരത്തിന്റെ താഴെ എഴുതുക വാസനാനന്ദം. പിന്നെയുള്ളത് ആത്മാവ്. ആത്മാവിൽ ആനന്ദം മാത്രമാണ് ഉള്ളത്. ചൈതന്യം, ആനന്ദം എന്നിവ ആത്മാവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആനന്ദം ആത്മാവിൽ നിന്ന് സൂക്ഷ്മ ശരീരത്തിലേക്കും സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളിലേക്കും വരുന്നു. ഇന്ദ്രിയങ്ങളെ കൊണ്ടാണ് നാം അതിൻ്റെ ആനന്ദത്തെ അനുഭവിക്കുന്നതും. വിഷയാനന്ദത്തിലുള്ള തിളക്കം, വാസനാനന്ദത്തിലുള്ള തിളക്കം, ഇതെല്ലാം ആത്മാവിൻ്റെതാണ്. ഇതെല്ലാം ആത്മാവിൽ നിന്നാണ് കിട്ടുന്നത്. ആത്മാവിനെ മാറ്റി നിർത്തുക, അപ്പോൾ രണ്ട് ശരീരവും ഒന്നിനും കൊള്ളാത്തതാകുന്നു. ഈ ശരീരം, ഇതിനെ നാം എത്ര പാടുപെട്ട് ശരിയാക്കി വെക്കാൻ ശ്രമിക്കുന്നുവോ, അതിനുവേണ്ടി നാം എത്ര പ്രയത്നശീലരാണ്. ആത്മാവ് എപ്പോൾ ഈ ശരീരത്തെ വിട്ടു പോകുന്നുവോ, ശരീരത്തെ വെക്കാൻ തന്നെ പ്രയാസമാകുന്നു. പറയാറുണ്ട്, ഈ ശവത്തെ വേഗം പുറത്തേക്കെടുക്കൂ എന്ന്, അല്ലെങ്കിൽ ഇത് ഭൂതമായി മാറും എന്നെല്ലാം. അപ്പോൾ എല്ലാ ലീലകളും ആത്മാവിൻ്റെതാണ്. ആത്മാവിൽ ആനന്ദം മാത്രമേ ഉള്ളൂ. മൂന്നാമത്തേതാണ് കാരണശരീരം. ഇതിൻ്റെ താഴെ എഴുതുക ആനന്ദം. അപ്പോൾ ഇത് മൂന്നെണ്ണമായി. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം. സ്ഥൂല ശരീരത്തിൽ നിന്ന് നാം എടുക്കുന്നത് വിഷയാനന്ദം. സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് എടുക്കുന്ന ആനന്ദം ആത്മാവിൽ ആനന്ദം മാത്രം. സ്ഥൂല ശരീരം വിഷയാനന്ദം, സൂക്ഷ്മ ശരീരം വാസനാനന്ദം, കാരണശരീരം ആനന്ദം. ഏതെങ്കിലും വിഷയാനന്ദം ഏതെങ്കിലും തരത്തിൽ സ്ഥൂല ശരീരത്തിന്റെ താഴെ എഴുതിയ വിഷയാനന്ദത്തിൽ നിന്നും വിഷത്തെയും സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് വാസനയെയും ഇല്ലാതാക്കുകയാണെങ്കിൽ ഈ മൂന്ന് ശരീരത്തിലും എന്താണ് ശേഷിക്കുന്നത്? ആനന്ദം മാത്രമാണ്. ഇതാണ് യഥാർത്ഥമായ ആനന്ദയോഗം. സ്ഥൂല ശരീരത്തിൽ നിന്ന് നാം വിഷയത്തെ അമർത്തിയാൽ, വിഷയങ്ങളിൽ ആത്മാവിന് പൂർണ്ണ നിയന്ത്രണം, കൺട്രോൾ ഉണ്ടായാൽ, സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് വാസനയിലും പൂർണ്ണ നിയന്ത്രണം ആത്മാവിനുണ്ടായാൽ, മൂന്നവസ്ഥയിലും ആനന്ദം മാത്രമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ആത്മമയമായ ജീവിതം ഉണ്ടാകുന്നു. ആത്മരസത്തിൽ ജീവൻ മുഴുകിയിരിക്കും. ഇതാണ് ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. ഇതാണ് ശരിയായ യോഗം. ഇത് എങ്ങനെ സാധിപ്പിക്കാൻ പറ്റും? ഇതെങ്ങനെ ലഭിക്കും? നാം വിഷയത്തെ എങ്ങനെയാണ് അമർത്തുക? ഈ സന്ത് മഹാത്മാക്കൾ തൻ്റെ അനുഭവം കൊണ്ട് വളരെ ക്ഷമതയോടെ പറയുകയാണ്. നിങ്ങൾ 10 ഇന്ദ്രിയങ്ങളെയും നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചാൽ ഒന്ന് നിയന്ത്രണത്തിലാവുകയില്ല. വലിയ വലിയ മഹാത്മാക്കൾ, വലിയ വലിയ യോഗികൾ തോറ്റുപോയിട്ടുണ്ട്. 10 ഇന്ദ്രിയങ്ങളെ ഒരുമിച്ച് നിയന്ത്രണത്തിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. സന്ത് മഹാത്മാക്കൾ വളരെ നല്ല ഉപായമാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഈ 10 ഇന്ദ്രിയങ്ങളിൽ നിന്ന് 2 ഇന്ദ്രിയങ്ങൾ എടുക്കുക, അതിൽ നിയന്ത്രണം ഉണ്ടാക്കുക. ആ 2 ഇന്ദ്രിയങ്ങൾ ഏതെല്ലാമാണ്? ഒന്ന് കണ്ണ്, രണ്ടാമത്തേത് നാവ്. ഈ 2 ഇന്ദ്രിയങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരുവാൻ സാധിച്ചാൽ എല്ലാം ശരിയാകും. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇതിനെ പറ്റിയും ഈ സന്ത് മഹാത്മാക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആദ്യത്തെ കണ്ണ്. കണ്ണിന്റെ നിയന്ത്രണം 3 പ്രകാരത്തിലാണ്. നജർ ബർ കഥം, ദൃഷ്ടിയിൽ നിയന്ത്രണം. നജർ ബർ കഥം എന്നാൽ നാം നടക്കുമ്പോൾ തൻ്റെ കാലിൻ്റെ മടമ്പ് നോക്കി നടക്കുക. അവിടേക്കും ഇവിടേക്കും നോക്കാതെ
ആവശ്യമില്ലാതെ അവിടേക്കും ഇവിടേക്കും നോക്കാതിരിക്കുക. ഇതിന്റെ അർത്ഥം കണ്ണടച്ച് നടക്കുക എന്നല്ല. അപകടം സംഭവിക്കും. നമ്മുടെ ശരീരത്തിലുള്ള കണ്ണ് വലിയ അത്ഭുതമുള്ള ലെൻസാണ്. എത്രയും സംസ്കാരം പ്രതിബിംബം ഉള്ളിലുണ്ടോ അതെല്ലാം തന്നെ നമ്മുടെ കണ്ണു മൂലമാണ് ഉണ്ടാകുന്നത്. എത്ര കണ്ട് നാം അവിടേക്കും ഇവിടേക്കും നോക്കുന്നുവോ അത്രയും സംസ്കാരം നമ്മുടെ ഹൃദയത്തിൽ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. എത്ര കണ്ട് സംസ്കാരം അധികമുണ്ടാകുന്നുവോ അപ്പോൾ പൂജയിൽ ധ്യാനം കിട്ടുകയില്ല, ചിത്തത്തിന് ഏകാഗ്രത കിട്ടുകയില്ല. സംസ്കാരം ഉണ്ടാകുന്നത് എത്രയും കുറയുന്നുവോ അത്രയും നല്ല ഏകാഗ്രത മനസ്സിന് കിട്ടും. ഇതിന്റെ താല്പര്യം എന്തെന്നാൽ നമ്മുടെ ഹൃദയത്തിൽ പറ്റുന്നത് കുറച്ച് സംസ്കാരമാണ് ഉണ്ടാകേണ്ടത്. സംസ്കാരം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ആദ്യത്തെ ദൃഷ്ടി നിർദോഷമായതാണ്. ആദ്യത്തെ ദൃഷ്ടി ഏതെങ്കിലും പതിഞ്ഞു എങ്കിൽ അത് നിർദോഷമാണ്, അത് ദോഷം ചെയ്യുകയില്ല. പക്ഷെ നമ്മുടെ ഇച്ഛയോടുകൂടെ രണ്ടാമത്തെ ദൃഷ്ടിയാണ് ആണെന്ന് വിചാരിക്കുക. വളരെ സുന്ദരമായ ഒരു റോസാപ്പൂ വിടർന്നു നിൽക്കുന്നു. നിങ്ങളുടെ ദൃഷ്ടി അതിൽ പതിഞ്ഞു എന്ന് വിചാരിക്കുക. ആദ്യത്തെ ദൃഷ്ടി നാച്ചുറൽ, പ്രകൃതിദത്തമാണ്. അതൊരു സംസ്കാരവും ഉണ്ടാക്കുന്നില്ല. വളരെ നല്ലതാണ്. നിങ്ങൾ മുന്നോട്ട് പോകുന്നു. മുന്നോട്ട് പോയ ശേഷം ഉള്ളിൽ ആഗ്രഹം തോന്നുന്നു അതിനെ വീണ്ടും നോക്കുവാൻ. രണ്ടാമത്തെ ദൃഷ്ടി അതിൽ പതിഞ്ഞുവെങ്കിൽ പെട്ടെന്ന് വേറെ ഒരു വിചാരവും വരും, അത് എന്തുകൊണ്ട് പറിച്ചുകൂടാ എന്ന്. സംസ്കാരം എപ്പോഴും രണ്ടാമത്തെ ദൃഷ്ടിയിലാണ് ഉണ്ടാകുന്നത്. ആദ്യത്തെ ദൃഷ്ടിയിൽ ഒരു സംസ്കാരവും ഉണ്ടാകുന്നില്ല. ശാസ്ത്രങ്ങൾ ഏതു വസ്തുവിനെയാണോ കാണരുതെന്ന് വിലക്കിയിരിക്കുന്നത് അതിൽ ആദ്യത്തെ ദൃഷ്ടി പതിഞ്ഞുവെങ്കിൽ ദോഷമുണ്ടാവുകയില്ല. പക്ഷേ രണ്ടാമത്തെ ദൃഷ്ടി പതിയാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് കണ്ണിന്റെ നിയന്ത്രണം. ഈ സേവകന്റെ ഗുരുദേവൻ തന്റെ ജീവിതത്തിലെ ഒരു സുന്ദരമായ അനുഭവം ഈ സേവകനോട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. അദ്ദേഹം കാൺപൂരിൽ താമസിച്ചിരുന്ന കാലം ഒരിക്കൽ ടൗണിൽ കൂടെ നടന്നു വരികയായിരുന്നു. വളരെ തിരക്കുണ്ടായിരുന്നു. ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാർ തടിച്ചുകൂടിയിരുന്നു. മാൾ റോഡിലെ ചന്തയിൽ ഭയങ്കര തിരക്കായിരുന്നു. അദ്ദേഹം കുറച്ച് മുന്നോട്ട് പോയപ്പോൾ മനസ്സിലായി എന്താ കാര്യം എന്നും എന്തുകൊണ്ട് ഇത്രയും തിരക്ക് എന്നും ആർക്കു വേണ്ടിയാണ് ഇതെന്നും എല്ലാം പറയുന്ന കേട്ടു. അക്കാലത്തെ ഏറ്റവും സൗന്ദര്യവതിയായ അഭിനേത്രിയുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണെന്നും അവരെ കാണുവാനായാണ് ഇത്രയും ജനങ്ങൾ തടിച്ചുകൂടിയിട്ടുള്ളതെന്നും അദ്ദേഹവും ആ തിരക്കിന്റെ കൂടെ മുന്നോട്ട് പോയി. അഭിനേത്രിയുടെ വണ്ടിയുടെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നി, ലക്ഷക്കണക്കിന് ആളുകൾ അവരെ നോക്കുന്നു, താനും നോക്കിയാൽ എന്താ തെറ്റ്? എപ്പോൾ വിചാരം ഉള്ളിൽ വന്നുവോ ആ സമയം എന്താ സംഭവിച്ചത്? എന്നാൽ അദ്ദേഹത്തിന്റെ ഗുരുദേവന്റെ പ്രകാശയുക്തമായ രൂപം മുന്നിൽ വന്ന് ഗുരുദേവനെ കണ്ടതോടുകൂടി അദ്ദേഹം പരിശ്രമിച്ചു. മുമ്പോട്ട് നോക്കാതെ ഒരു ഇടവഴി കൂടെ പോന്നു. ഒരു ഷോർട്ട് കട്ടിൽ കൂടെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. അദ്ദേഹത്തിന് ആശീർവാദം കൊടുത്തുകൊണ്ട് പറഞ്ഞു, മകനെ, ഇതാണ് നജർ ബർക്കതം, ഇതാണ് നജർ ബർക്കതം, ഇതാണ് നജർ ബർക്കതത്തിന്റെ ആശയം. ഇതിനെയാണ് കണ്ണുകളുടെ നിയന്ത്രണം എന്ന് പറയുന്നത്. ശാസ്ത്രങ്ങൾ ഏതൊരു വസ്തുവിനെ നോക്കുന്നത് നിരോധിച്ചിരിക്കുന്നുവോ ആദ്യത്തെ ദൃഷ്ടി പതിഞ്ഞാൽ സാരമില്ല, രണ്ടാമത്തെ ദൃഷ്ടി പതിയാതെ സൂക്ഷിക്കണം. കാലിന്റെ അടി നോക്കി നടക്കുക, അവിടേക്കും ഇവിടേക്കും നോക്കാതെ നടക്കുക. അങ്ങും ഇങ്ങും നോക്കിയാൽ അത്ര അധികം സംസ്കാരം ഉണ്ടാകും. അതിനെ കഴുകിക്കളയുവാൻ വളരെ വിഷമമാണ്. പൂജയ്ക്കിരിക്കുമ്പോൾ ലൗകിക വിചാരങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു തുടങ്ങും. സംസ്കാരം എത്രയും കുറയുന്നുവോ അത്രയും നല്ല ധ്യാനം ഉണ്ടാകും. അപ്പോൾ അധ്യാത്മമാർഗത്തിൽ ഉയർച്ചയും ഉണ്ടാകും. കണ്ണിന്റെ ആദ്യത്തെ നിയന്ത്രണം ഇതാണ് നജർ ബർക്കതം. പുതിയ അഭ്യാസികൾ ആര് സാധന തുടങ്ങിയോ അവർക്ക് നജർ ബർക്കതം, ദൃഷ്ടി നിയന്ത്രണം വളരെ ആവശ്യമാണ്. ഹോഷ് ദർദം. അഭ്യാസി സാധനയിൽ പുരോഗതി പ്രാപിക്കുമ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ 8 മണിക്കൂറിൽ നിന്നും 14 മണിക്കൂറാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ ഓരോ ശ്വാസത്തിലും ഭഗവാന്റെ സ്മരണ ഉണ്ടാകുക എന്നതാണ്. ഓരോ ശ്വാസത്തിലും പരമാത്മാവിന്റെ സ്മരണയുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. വൃഥാ സമയം പരമാത്മാവിന്റെ സ്മരണയിൽ വിനിയോഗിക്കുക. അത്തരത്തിലുള്ള സാധകർ ചന്തയിൽ പോകുകയാണെങ്കിൽ
ഓരോ ശ്വാസത്തിലും കണ്ണുണ്ടാവുക, ശ്രദ്ധിക്കുക. ഒരു ശ്വാസവും പരമാത്മാവിന്റെ സ്മരണയില്ലാതെ പോകുന്നില്ല എന്ന്. നടന്നു പോകുകയാണ് ഈശ്വര സ്മരണയിൽ, ചന്തയിൽ എത്തി. എന്നാൽ ഭഗവത് സ്മരണ വിട്ടേക്കുക, തന്റെ കർമ്മങ്ങളിൽ വ്യാപൃതനാവുക. സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞു, വീട്ടിലേക്ക് തിരിക്കുമ്പോൾ പരമാത്മാവിന്റെ സ്മരണയിൽ തിരിച്ചു പോരുക. ഓരോ ശ്വാസത്തിലും ഈശ്വര സ്മരണ ഇല്ലേ എന്ന് ശ്രദ്ധിക്കുക. കണ്ണിന്റെ നിയന്ത്രണത്തിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് പോസ്റ്റ് ദർദം. ഖിൽവത് അഞ്ജുമൻ. എന്നാൽ ലക്ഷങ്ങളുടെ ഉത്സവമാണ്, സാധകൻ തനിച്ചാണ്. ലക്ഷക്കണക്കിനുള്ള ജനങ്ങളുടെ തിരക്കാണ്, ഘോഷയാത്രയാണ്. പക്ഷേ അയാളുടെ ഹൃദയം തന്റെ പ്രഭുധ്യാനത്തിൽ ആഴത്തിൽ മുങ്ങിയിരിക്കുകയാണ്. അത് അയാളിൽ ഒരു പ്രഭാവവും ചെലുത്തുന്നില്ല. അത്രയും സുന്ദരമായ സ്ഥിതി. പരമാത്മാവിന്റെ കൃപ കൊണ്ട് അത്തരത്തിലുള്ള ഒരു സ്ഥിതിയാകുമ്പോൾ ആനന്ദത്തിന് അതിരുണ്ടായിരിക്കുകയില്ലല്ലോ. എല്ലാം ഏറ്റവും സുന്ദരമായി തോന്നും. അത്രയും ആനന്ദവും അനുഭവപ്പെടും. അതിനെ വർണ്ണിക്കുക ശബ്ദത്തിന്റെ പുറത്താണ്, അസാധ്യമാണ്. ഈ സേവകന്റെ ഗുരുദേവന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അത് എന്തെന്നാൽ ആദ്യം അത് ചെയ്യിപ്പിച്ച് അനുഭവിപ്പിക്കും, പിന്നെ മാത്രമേ പറയുകയുള്ളൂ. ആദ്യം ചെയ്യിക്കും, പിന്നെ പറയും. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ജീവിതത്തിലെ രണ്ട് വളരെ സുന്ദരമായ അനുഭവങ്ങൾ. ആ കാലത്ത് അദ്ദേഹം ഏട്ട എന്ന സ്ഥലത്ത് താമസിക്കുകയായിരുന്നു. ഞാൻ ദശമി ദിവസം ഏട്ടയ്ക്ക് പോയി. രാമലീല ഉത്സവം ഉണ്ടാകാറുണ്ട്. വളരെ ജനങ്ങൾ ഒന്നിക്കാറുണ്ട്. രാവണന്റെ പ്രതിമ ഉണ്ടാക്കി കത്തിക്കാറുണ്ട്. കുംഭകർണന്റെ പ്രതിമ ഉണ്ടാക്കി കത്തിക്കാറുണ്ട്. ഒരു വലിയ വേല, ഉത്സവം തന്നെയാണ്. ഞാൻ സദ്ഗുരുവിന്റെ വീട്ടിലെത്തിയപ്പോൾ കുട്ടികളെല്ലാവരും കൂടെ പറയാൻ തുടങ്ങി, ഇന്ന് അവധിയാണ്, രാമലീല കാണുവാൻ പോകാമെന്ന്. മഹാരാജ് പറഞ്ഞു, ശരി, നമുക്ക് എല്ലാവർക്കും കൂടി പോകാം രാമലീല കാണാൻ എന്ന്. ഗുരുമാതാജി ഞങ്ങൾക്ക് എല്ലാവർക്കും രാമലീല കാണുന്നവനായി പൈസ തന്നു, എനിക്കും തന്നു. ഞാനും അവിടുത്തെ കുട്ടി തന്നെയാണല്ലോ. സേവകൻ ആ പൈസ കിട്ടിയത് പൊതിഞ്ഞ് പെട്ടിയിൽ വെച്ചു. സേവകന്റെ വലിയ സൗഭാഗ്യമാണ് ഗുരുമാതാജിയുടെ കയ്യിൽ നിന്നും പൈസ കിട്ടുക എന്നത്. ഇത് ചെലവഴിക്കുന്നത് വലിയ തെറ്റാണ്. പൊതിഞ്ഞെടുത്തു വെച്ചു. രാമലീല മൈതാനത്തിലെത്തിയപ്പോൾ എല്ലാവരും ഓരോരോ വഴിക്ക് തിരിഞ്ഞു. ഓരോരോ തമാശ കാണാൻ പറഞ്ഞത് എന്തെന്നാൽ മഹാരാജിന്റെ കൂടെ ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്, വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഓരോരുത്തർ ഓരോ വഴിക്ക് പോയി. വലിയ തിരക്കായിരുന്നു. മഹാരാജ് ഈ സേവകനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ നിന്നാൽ എല്ലാ ദൃശ്യങ്ങളും കാണുവാൻ കഴിയുമായിരുന്നു. അവിടെ നിന്ന് നോക്കിയാൽ ആളുകളുടെ ശിരസ് മാത്രമേ കാണുമായിരുന്നുള്ളൂ. ശബ്ദ കോലാഹലം. ചില സ്ഥലത്ത് ബാജീകർ, പന്തയം, ആണെങ്കിൽ ചിലയിടത്ത് സർക്കസ്, ഊഞ്ഞാല്, കുട്ടികൾ ഊഞ്ഞാലാടുന്നു. ഭയങ്കര ശബ്ദം. തല മാത്രമാണ് കാണുന്നത്. ജനശിരസിന്റെ ഒരു സമുദ്രം തന്നെ. ഓഷൻ ഓഫ് ഹ്യൂമൻ ഹെഡ്സ്. രാമലീലയിൽ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും ആളുകൾ കാളവണ്ടിയിൽ വരും. വലിയ തിരക്ക്. 10-15 മിനിറ്റ് ഞാൻ എല്ലാം നോക്കി നിന്നു. അതിനുശേഷം എന്താ ഉണ്ടായത് എന്നാൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ണടയാൻ തുടങ്ങി. തന്നെത്താനെ ആന്തരികമായി വലിവ് അനുഭവപ്പെട്ടു. ദൃഷ്ടി ഹൃദയത്തിലോട്ടായി. ദൃഷ്ടി ആന്തരികമായപ്പോൾ തൻ തൃകൈതാർ സുന്ദരമായി ഹൃദയത്തിൽ തുറന്നു വയ്ക്കുവാൻ തുടങ്ങി. അത്രയും ആനന്ദമാണ് ഉണ്ടായിരുന്നത്. മനസ്സ് തന്നെത്താനെ അതിൽ ഇരുന്നു. പരമാത്മാവിന്റെ സ്മരണയിൽ മനസ്സ് നിന്നുകൊണ്ടുതന്നെ ഒരു ഓർമ്മയുമില്ലാതിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്നു നോക്കിയപ്പോൾ തോന്നിയത് എന്തെന്നാൽ ഇതെല്ലാം പാവകളുടെ കളിമാതിരിയാണ് തോന്നിയത്. ഇതിൽ വാസ്തവിക ഒന്നും തന്നെ ഇല്ലെന്ന്. അതേ ശബ്ദ കോലാഹലം, അതേ സ്ഥലം, എല്ലാം അതുതന്നെ. ഒന്നിനും ഒരു താല്പര്യവുമില്ല. ഹൃദയം വേറെ എവിടെയോ ആണ്. രാവണന്റെ കോലം കത്തിച്ചു, പടക്കം പൊട്ടി, വലിയ ശബ്ദ കോലാഹലം. അതിൻ്റെ ഒന്നും പ്രഭാവം ഈ ഹൃദയത്തിൽ ഉണ്ടായില്ല. അവിടെ നിന്നും താഴോട്ടിറങ്ങി വഴിക്ക് ഗിൽസദ് അഞ്ജുമൻ എന്ന് പറയുന്നത് ആയിരക്കണക്കിന് ആളുകളുടെ മേള. സാധകൻ തനിച്ചാണ്. തൻ്റെ ഹൃദയം പ്രഭുസ്മരണയിൽ നിറഞ്ഞിരിക്കുകയാണ്. ഇത് സേവകന്റെ അനുഭവമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ ലോകത്തെ ഇപ്രകാരം കാണുക, ഇതാണ് യഥാർത്ഥ അഭ്യാസം.
പിന്നെ പറയാൻ തുടങ്ങി. ആളുകൾ പരാതി പറയാറുണ്ട്, അനുഭവം ഉണ്ടാകുന്നില്ല എന്ന്. ആരാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്? എല്ലാവരും അങ്ങും ഇങ്ങുമായി പോയി. അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ആദ്യം കാണിച്ചു തരും, പിന്നെ പറഞ്ഞു തരും. ഇതിനെയാണ് ഹിൽഖർ അഞ്ചുവൻ ലക്ഷങ്ങളുടെ മേള സാധകൻ തനിച്ച്. വേറെ ഒരു തവണ ഈ സേവകന് സുന്ദരമായൊരു അനുഭവം ഉണ്ടായി. ആ സമയം മഹാരാജ് ലക്നൌവിലായിരുന്നു. ഞാൻ ജബൽപൂരിൽ നിന്നും ലക്നൌവിലേക്ക് വന്നു. അദ്ദേഹത്തിന് വേറെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നത് എന്തെന്നാൽ, അദ്ദേഹം ഒരിക്കലും ചോദിക്കാറില്ല എത്ര കണ്ട് പൂജ ചെയ്യാറുണ്ട്, എത്ര കണ്ട് സാധന ചെയ്യാറുണ്ട് എന്നൊന്നും. ആരെങ്കിലും പറയുകയാണ്, മഹാരാജ് എനിക്ക് ധ്യാനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കണ്ണു നിറയും. കരഞ്ഞു പറയും, ഇത് എന്റെ കഴിവില്ലായ്മയാണ്. പരമാത്മാവിനോട് ഞാൻ പ്രാർത്ഥിക്കാം, താങ്കളും പ്രാർത്ഥിക്കുക, ഞാനും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അദ്ദേഹം ഇങ്ങനത്തെ സന്തായിരുന്നു. അദ്ദേഹത്തിന്റെ അരികെ ഇരുന്നാൽ മനുഷ്യന് വിചാരശൂന്യത അനുഭവപ്പെടുന്നു. അദ്ദേഹത്തിന്റെ അരികെയായാൽ വിചാരശൂന്യത ഉണ്ടാകുന്നു. ഞാൻ ജബൽപൂരിൽ നിന്നും ലക്നൌവിൽ വന്നാൽ ഒരിക്കലും ചോദിച്ചിട്ടില്ല എത്ര കണ്ട് അഭ്യാസം ചെയ്യാറുണ്ടെന്നോ, എത്ര കണ്ട് പൂജ ചെയ്യുന്നുണ്ടോ എന്നൊന്നും. അദ്ദേഹം പറയും, യശ്പാൽ വന്നുവോ, പോകാം, ഇന്ന് ചന്തയിൽ പോകാം. 2 സഞ്ചി എടുത്ത് ഈ സേവകൻ ഹജൂർ മഹാരാജന്റെ കൂടെ ബജാറിലേക്ക് പോവുകയായി. ആധ്യാത്മികതയുടെ യാതൊരു വർത്തമാനവുമില്ല, തത്വജ്ഞാനത്തിന്റെ ഒരു സംസാരവുമില്ല, സാധാരണ ലൗകികമായ വർത്തമാനം. പോകാം, അമീന ബജാറിൽ പോകാം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് റാണി കട്ടരയിൽ വെച്ച് നടന്ന സംഭാഷണം. ഇവിടെ നിന്നും 2 തരത്തിലുള്ള സവാരി കിട്ടും. ഒന്ന് കുതിരവണ്ടി, ലക്നൌവിലെ പ്രത്യേക വാഹനമാണ്. അതിൽ 3 ആളുകൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റൂ. വേറെയൊന്നുള്ളത് സൈക്കിൾ റിക്ഷ, അത് 2 ആളെ കയറ്റും. പറഞ്ഞു, ഇത് നല്ലതല്ല, മനുഷ്യനെ വലിച്ചു കൊണ്ടുപോകുക എന്നത്. സാധിക്കുമെങ്കിൽ കുതിരവണ്ടിയിൽ തന്നെ പോകണം. പക്ഷേ അത്യാവശ്യം വന്നാൽ സാരമില്ല, അയാൾക്കും വയറ് നിറയ്ക്കണമല്ലോ. അത്രയും പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾ 4 കൂട് വഴിയിലെത്തി. ഒരു ഇക്ക കിട്ടി. അതിൽ ഒരാളെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 ആൾ കൂടി ഇരുന്നപ്പോൾ വണ്ടി പോയി. ആദ്യം പച്ചക്കറി മാർക്കറ്റിൽ പോയി. അവിടെ ഹോൾസെയിൽ മാർക്കറ്റാണ്, മൊത്ത വ്യാപാരമാണ്, കിലോ കുറഞ്ഞു കൊടുക്കുകയില്ല. അവിടെ പോയി അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഗൃഹസ്ഥികളാണ്, നമ്മുടെ വീടുകളിൽ അതിഥികൾ ധാരാളം വരാറുണ്ട്. ध्यान योग के कार्यक्रम आनंद योग से निशुल्क जुड़ने के लिए संपर्क करें 9810239677।